ഹായ് ഫ്രണ്ട്സ്, സി സിസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉബുണ്ടുവിൽ യൂസ്ഫുൾ ആയിട്ടുള്ള 5 കമാൻഡുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കമാൻഡ് വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മളിത് മൊത്തം ചെയ്യാൻ പോകുന്നത് ടെർമിനൽ വഴിയാണ്. ഇത് യൂസ്ഫുൾ ആവുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും അതുപോലെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ജോബ്സ് ചെയ്യുന്നവർക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനാദ്യം ടെർമിനൽ ഓപ്പൺ ചെയ്യുക. സോ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഹോസ്റ്റ് എന്നൊരു കമാൻഡാണ് ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും എൻ്റർ ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഗൂഗിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ ഹോസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊക്കെ സെർവറാണ് ഇതിനുള്ളതും അതുപോലെ അതിൻ്റെ മെയിൽ സെർവർ ഏതാണെന്നും അതിൻ്റെ അഡ്രസ്സ് എന്താണെന്നുള്ളതും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഏതൊരു വെബ്സൈറ്റിൻ്റെയും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത കമാൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ് സ്റ്റാറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. നെറ്റ് സ്റ്റാറ്റ് ഈ കമാൻഡ് എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെഷീനിൽ നിന്ന്, അതായത് നമ്മളുടെ പി സി ഓർ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, എനിത്തിങ്, ഇതിൽ നിന്ന് പോകുന്ന ട്രാഫിക്സിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടുന്നത്. കണക്ഷൻസ് ഇതുപോലെ ഇപ്പോൾ അതിനകത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കണക്ഷൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സെർവറിൽ ഇത് ഗൂഗിളിൻ്റെ സെർവറാണ്. അങ്ങനെ ഓരോരോ ഏതൊക്കെ സെർവറിൽ ഏതൊക്കെ കണക്ഷൻസ് ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. TCP ആണോ UDP ആണോ അതിൻ്റെ പ്രോട്ടോക്കോൾ എന്നുള്ള എല്ലാ രീതിയിലുള്ള സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് SS എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. ജസ്റ്റ് SS എന്ന് എൻ്റർ ചെയ്ത ശേഷം SS എഴുതി ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ അടിക്കുക. ഓക്കെ, സോ SS എൻ്റർ ചെയ്യുമ്പോഴും ആൾമോസ്റ്റ് സെയിം മെത്തേഡ് തന്നെയാണ്. ഇതുപോലുള്ള കുറേ ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെഷീനിൽ നിന്ന് പോകുന്ന മൊത്തം ട്രാഫിക്കിനെ നമുക്ക് ഇവിടെ ട്രേസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മളുടെ സിയിൽ നടക്കുന്നുണ്ടോ, വേറെ അൺഓതറൈസ്ഡ് ട്രാഫിക് വല്ലതും നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ കമാൻഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് MTR എന്ന് പറയുന്ന കമാൻഡാണ്. ജസ്റ്റ് MTR എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു IP അഡ്രസ് അടിക്കുക. ഗൂഗിളിൻ്റെ പബ്ലിക് DNS അടിക്കുകയാണ്. ഈ MTR എന്ന് പറയുന്ന കമാൻഡ് ആക്ച്വലി 2 കമാൻഡും കൂടി ചേർന്നിട്ടുള്ള കമാൻഡാണ്. ട്രേസ് റൂട്ട് പ്ലസ് പിങ്, ഈ 2 കമാൻഡും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു MTR എന്ന കമാൻഡിൽ വർക്ക് ചെയ്യാവുന്നത്. അതായത് നമുക്ക് റൗട്ടറും ട്രേസ് ചെയ്യാൻ പറ്റും, പിങ് ലോസും കണ്ടുപിടിക്കാൻ പറ്റും ഒരേ കമാൻഡിൽ. അതാണ് ഈ ഒരു കമാൻഡ് സെക്ഷനിലുള്ള ഏറ്റവും ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമാൻഡാണ് ആക്ച്വലി ഈ MTR എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ട്രേസ് റൂട്ട് ചെക്ക് ചെയ്യണം ആദ്യം, അതിനുശേഷം നമ്മൾ പിങ് ചെക്ക് ചെയ്യണം. പക്ഷേ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് OS. അതിനുശേഷം നമ്മളിതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഈ സൈറ്റിനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഡാറ്റാബേസ് രജിസ്ട്രേഴ്സ്, അത് അഡ്മിൻ ഡീറ്റെയിൽസ്, അതുപോലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആവും ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു കമാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈറ്റിനകത്ത് വല്ല ഇഷ്യൂസും നമ്മൾ ബഗ് ബൗണ്ടി അതുപോലത്തുള്ള എന്തെങ്കിലും ഇഷ്യൂസ് പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ എളുപ്പമാണ്.
പിന്നെ പക്ഷേ ഇത് ഒരു മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ ഇതിനകത്ത് നമ്മളൊരു ചുമ്മാ ഒരു ഹോസ്റ്റിനകത്ത് ഇത് ഹോസ്റ്റ് ചെയ്യും, ലൈക്ക് എ ഫൈക്ക് അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് അനോണിമിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ പറയുന്ന 5 കമാൻഡ്സ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ബേസിക് നെറ്റ്വർക്ക് കമാൻഡ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.